മേൽത്തൊട്ടടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദാംശമാണ് നമ്മളിവിടെ ഇന്ന് രാത്രി കേട്ടത്. ഇവിടെ നമ്മൾ കേട്ട വേദാംശം ഇങ്ങനെയാണ്: നിദ്ര പ്രാപിച്ച അനേക വിശുദ്ധന്മാരുടെ ഡെഡ് ബോഡികൾ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ഉയർപ്പിന് തൊട്ട് മുൻപേ. സ്തോത്രം. ഈ ഡെഡ് ബോഡികളൊക്കെ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഉയർക്കുവാനിടയിൽ. ആരുടെ ഡെഡ് ബോഡി എന്നറിയാം? വിശുദ്ധന്മാരുടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ, മറന്നു പോകരുത്, കർത്താവിൽ. കർത്താവിൽ നിദ്ര പ്രാപിച്ച. പ്രൈസ് ദി ലോർഡ്. ഒരു സഭയിൽ അല്ല, ഒരു സഭയുടെ ബോർഡ് നോക്കി അല്ലെങ്കിൽ സഭയുടെ അടിസ്ഥാനത്തിൽ മരിച്ച വ്യക്തിയല്ല, ഒരു പാസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ മരിച്ച വ്യക്തിയല്ല, കർത്താവിൽ നിദ്ര പ്രാപിച്ചവർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയിൽ കർത്താവിന് വേണ്ടി വില കൊടുത്തവർ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ വില കൊടുത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് സ്തോത്രം വിശ്വസിക്ക്, ഒരു വലിയ ദൈവപ്രവൃത്തി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മുൻപത്തേക്കാൾ ദൈവം വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം കർത്താവിൻ്റെ ഉയർപ്പാണ് ഇവിടുത്തെ വിഷയം. ഒന്ന്, ആ ഉയർക്കുന്നതിന് അല്പം മുൻപായി ചില അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല എന്ത് ചെയ്തു? മേൽത്തൊട്ട് അടിവരെ എന്ത് ചെയ്തു? രണ്ടായി കീറി. ആ തിരശ്ശീല എന്ന് പറഞ്ഞാൽ 60 അടി ഉയരമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 60 അടി ഉയരമുള്ള, ഏകദേശം 18 ഇഞ്ച്, ഏകദേശം 1.5 അടി കനമുള്ള ഈ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറണമെങ്കിൽ അസാധ്യമാണ്. അത്ര ശക്തിയാണ് ദേവാലയത്തിലെ തിരശ്ശീല എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ തിരശ്ശീല മുകളിൽ നിന്ന് താഴേന്ന് കീറി നമുക്ക് പറയായിരുന്നു, ആരെങ്കിലും കത്തി വെച്ചോ വാള് വെച്ചോ അതിനെ വലിച്ചു കീറിയെന്ന് പറയാം. പക്ഷെ അതല്ല, കർത്താവിൻ്റെ നിലവിളിയാണ് ആ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് ചിന്തി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആ തിരശ്ശീല ചിന്തുമ്പോൾ തന്നെ അവിടെ അടുത്ത് സംഭവിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശബ്ദം അത്ര ശക്തിയോടെ വെളിപ്പെട്ടപ്പോൾ പാറകൾക്ക് വരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അത് രണ്ടായി പിളർന്നു മാറി. ചിലപ്പോഴൊക്കെ നമ്മൾ നിലവിളിക്കാറുണ്ട്. ചില വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, സഹിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാവിട്ട് നിലവിളിക്കാറുണ്ടല്ലേ? വാവിട്ട് നിലവിളിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും സ്തോത്രം, ആ നിലവിളി കഴിഞ്ഞ് ചില ശാന്തമായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രിയിലുണ്ട്. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധയായിരിക്കും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പുറപ്പാട് പുസ്തകം, പ്രൈസ് ദി ലോർഡ്, നമുക്കൊന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 6-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് വായിക്കാം. 26-ന്റെ 31 വായിച്ചേ. അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? 26-ന്റെ 31 വായിച്ചേ. പുറപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീലനൂൽ, ധൂമ്രനൂൽ, ചുമപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ഒരു തിരശ്ശീല ഉണ്ടാക്കേണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളതായി അതിനെ ഉണ്ടാക്കേണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് സമാഗമന കൂടാരത്തിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ സമാഗമന കൂടാരത്തിനകത്ത് തിരശ്ശീലയുടെ ഭംഗിയാണ് അവിടെ വർണ്ണിക്കുന്നത്. സമാഗമന കൂടാരത്തിന്റെ തൂണുകൾ, അതിന്റെ ചുവടുകൾ, അതിന്റെ പ്രാകാരങ്ങൾ, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധമായ സ്ഥലം, താമ്രത്തൊട്ടി തുടങ്ങിയ സംഭവങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ തിരശ്ശീലയ്ക്ക് അതിപ്രധാനമാണ് അതിന്റെ ചിത്രപ്പണികൾ. അത് ഏത് നൂല് കൊണ്ട് നെയ്യണം, ഏത് നൂല് കൊണ്ടാണ് തിരശ്ശീല പണിയേണ്ടത്, അത് എങ്ങനെ പണിയണം, പണിയുന്ന വ്യക്തി ആരായിരിക്കണം, പണിയുന്ന വ്യക്തി ഏത് ക്വാളിറ്റി ഉള്ള വ്യക്തി ആയിരിക്കണം, പണിയുന്ന വ്യക്തിക്ക് പ്രത്യേകതയുണ്ട്.
എല്ലാവർക്കും കയറി പണിയാൻ പറ്റില്ല. കാരണം പെട്ടകമിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിനകത്ത് കയറുന്നവന്റെ പെരുവിരലിൽ കയറുകൊണ്ട് കെട്ടണം. കാരണമുണ്ട്, അകത്ത് അവൻ കയറുമ്പോൾ അവന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ അവന് ആ തൽക്ഷണം മരിച്ചു വീഴും. അവനെ വലിച്ചെടുക്കാൻ അവന്റെ പെരുവിരലിലെ കയറുകൊണ്ട് അവനെ വലിച്ചു പുറത്തിടും. നോക്കിയ തിരശ്ശീലക്കകത്ത് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, പുറം ലോകമായിട്ടൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെയാണ് സമാഗമന കൂടാരത്തിലെ തൂണുകൾ. ആ തൂണുകൾ ഭൂമിയുമായിട്ടൊരു ബന്ധമില്ല. ആ തൂണുകൾ നിൽക്കുന്നത് താമ്രത്തിന്റെ പുറത്താണ്. ആമേൻ, സ്തോത്രം. അത്ര ശക്തിയേറിയ, അത്ര പരമപ്രധാനമായ ആമേൻ ഒരു തിരശ്ശീലയാണ് ഇവിടെ കർത്താവിന്റെ ക്രൂശീകരണ വേളയിൽ ആമേൻ ഉറക്ക നിലവിളിച്ചപ്പോൾ ആ തിരശ്ശീല മേൽത്തൊട്ട് അടിവരെ രണ്ടായി ചിന്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവപൈതലേ, ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കൂ. ആമേൻ, ആ വിളിയുടെ ആ ഗാംഭീര്യം നോക്കിയാട്ടെ. പരിശുദ്ധനായ ദൈവത്തിന്റെ ആമേൻ സ്തോത്രം പ്രവൃത്തി ആ വിളിയുടെ അകത്തളങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ നിലവിളിക്കാറുണ്ടല്ലോ, നമ്മൾ കരയാറുണ്ടല്ലോ, നമ്മൾ ചില സമയങ്ങളിൽ മൗനമായിരിക്കാറുണ്ടല്ലോ. എന്തുകൊണ്ടെന്നറിയാമോ? ചില ദൈവപ്രവർത്തികൾ അതിനു മുൻപ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിൽപ്പുണ്ട്. ഒരു നിലവിളിയോടുകൂടി ഒരു ദൈവപ്രവർത്തി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും കാർമേഘങ്ങളൊക്കെ ഇരുണ്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആമേൻ, ഈ കാർമേഘം ഇരുണ്ട് വരുമ്പോൾ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. ആമേൻ, ഈ കാർമേഘം ഇരുണ്ട് വരുമ്പോൾ അടുത്തൊരു ആമേൻ ഒരു സാധ്യതയുണ്ട് ഇടി മിന്നലിന്. ഇതെല്ലാം കഴിഞ്ഞു വരുന്നതിന് മുമ്പ് ഒരു മഴവില്ല് പ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. അത് എന്തുകൊണ്ട് അത് പ്രത്യക്ഷമാകുന്നതെന്ന് അറിയാമോ? അത് എത്ര നിറമുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് 7 നിറങ്ങളല്ലേ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതായുണ്ട്. നമ്മൾ ആ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ആമേൻ സ്തോത്രം, അതിന്റെ അതേ അധ്യായം തന്നെ, ആ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. 26-31 പുറപ്പാട് പുസ്തകം. വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേ. ഒന്നുകൂടെ വായിക്കാമോ ആ വാക്യം? പൊന്നു പൊതിഞ്ഞതും പൊൻകൊളുത്തുള്ളതും വെള്ളി കൊണ്ടുള്ള 4 ചുവടിന്മേൽ നിൽക്കുന്നതുമായ 4 ഖദിര സ്തംഭങ്ങളിന്മേൽ അത് തൂക്കിയിടേണം. പ്രൈസ് ദി ലോർഡ്. ഏത് തൂക്കിയിടണമെന്ന് അറിയാമോ? ഈ തിരശ്ശീല നൂലുകൊണ്ട് നെയ്തെടുത്ത, ചിത്രപ്പണികളാൽ നെയ്തെടുത്ത ഈ തിരശ്ശീല പൊന്നുകൊണ്ടുള്ള കൊളുത്തിൽ തൂക്കിയിടണം. ആ അധ്യായം നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. പുറപ്പാട് ദിവസം 26, 27, 28 സംഖ്യാപുസ്തകത്തിലേക്ക് വരപ്പെടുമ്പോൾ ഒത്തിരി ആമേൻ വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കേണ്ടത്. ഈ ഒരു തിരശ്ശീല ആമേൻ പുറപ്പാട് പുസ്തകം 26-1, പുറപ്പാട് 36-35, ലേവ്യ പുസ്തകം 16-2, ദിനവൃത്താന്തം 3-14, മത്തായി 27-51, എബ്രായ ലേഖനം 9-3. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 9-3 നിങ്ങൾ കേൾക്കാമോ? കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം, പരിശുദ്ധാത്മാവിലേക്ക് നാം അടുത്തു വന്നിരിക്കണം. തിരശ്ശീല ചെറുതല്ല. ഈ തിരശ്ശീല മേൽത്തൊട്ട് താഴെയോളം കീറി വന്നു. അത് നെയ്ത്തുകാരനല്ല നെയ്തത്. അതിന് ക്രമീകരിക്കപ്പെട്ടവരുണ്ട്, അതിന് വിളിക്കപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ചാടിക്കേറി തിരശ്ശീല നെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കേറി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് പറയട്ടെ, എന്നിലും നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചില ദൈവത്തിന്റെ അരുളപ്പാടുകളുണ്ട്. അത് ഇന്ന് രാത്രി നമ്മളിൽ കൂടെ നിറവേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആമേ സ്തോത്രം. ശതാധിപൻ നോക്കുമ്പോൾ തിരശ്ശീല മേൽത്തൊട്ട് താഴെ വരെ 2ആയി കീറുകയാ. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തെ ഒന്ന് അരിച്ചു പറക്കി നോക്ക്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് സമാഗമന കൂടാരമാണ്. ആ കൂടാരത്തിലേക്ക് കയറിയിട്ടില്ല. കൂടാരത്തിലെ ഓരോ തൂടുകൾ നിങ്ങൾക്ക് വേണ്ടി ആമേൻ അഭിഷേകത്തിന് പഠിപ്പിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. അത് ഈ സെമസ്റ്റർ തീർന്നില്ലെങ്കിൽ ബാക്കി ലാസ്റ്റ് നമുക്ക് പഠിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സെമസ്റ്റർ കൊണ്ട് 12 ക്ലാസ് കൊണ്ടൊന്നും തീരത്തില്ല സമാഗമന കൂടാരം. 2 വർഷം ആമേൻ. ആ നോട്ട് 2 വർഷം കൊണ്ട് പഠിച്ചാലേ തീരത്തുള്ളൂ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ
ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 27-ന്റെ 2, 27-ന്റെ 3, 27-ന്റെ 4, 5 ദൈവവൈതലേ വളരെ അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റ് ആയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ആ സബ്ജക്റ്റിലേക്കല്ല ഞാൻ പോയത്. ഞാൻ ഇന്ന് വായിച്ച ആ സുവിശേഷ വേദഭാഗത്തിൽ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം, 27 മത്തായി അതിന്റെ 51, 52 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ആമേൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഒരു ഉയർപ്പിന്റെ രാത്രി ആയിരിക്കട്ടെ. ഷടകുടഞ്ഞിരിക്കുന്ന ഭാഗത്തുനിന്ന് ഉയർക്കേണ്ട രാത്രി ആയിരിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നും ആമേൻ ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. ആ ശതാധിപൻ നിലവിളിച്ചതുപോലെ